കാഞ്ഞിരപ്പള്ളി രൂപതയുടെ പ്രഥമ മെത്രാനായിരുന്ന അഭിമന്യ മാർ ജോസഫ് പൗത്തിൽ പിതാവ് രൂപതയിലെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി 1977 രൂപത സ്ഥാപിതമായ അതേ വർഷം തന്നെ മലനാട് ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയും സ്ഥാപിച്ചു. അതിൻ്റെ പ്രഥമ സെക്രട്ടറി ആയിരുന്നത് ഇൻഫാം എന്ന കർഷക സംഘടനയുടെ സ്ഥാപക ചെയർമാനും കൂടിയായ ബഹുമാനപ്പെട്ട മാത്യു വടക്കേമുറിയച്ചനായിരുന്നു. സമൂഹത്തിൽ ജാതി മത വർഗ വർണ്ണ വ്യത്യാസങ്ങളില്ലാതെ, കക്ഷി രാഷ്ട്രീയ ഭേദങ്ങളില്ലാതെ പ്രയാസമനുഭവിക്കുന്ന ആളുകളെയും കർഷകരെയും ജീവിതത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റപ്പെട്ടവരെയും കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ടി മലനാടിൻ്റെയും ഇൻഫാമിൻ്റെയും നേതൃത്വത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് ആളുകളുടെ ജീവിത നിലവാരം ഉയർത്തുക എന്ന ദൗത്യവും ലക്ഷ്യവുമാണ് ഈ രണ്ട് സംഘടനകൾക്കുമുള്ളത്. ഈ ലക്ഷ്യത്തിന് വേണ്ടി 5 വിധത്തിലുള്ള കർമ്മ പദ്ധതികളാണ് ഈ രണ്ട് സംഘടനകളും ചേർന്ന് ആവിഷ്കരിച്ച് നടപ്പിലാക്കുക. അതിലൊന്നാമത്തേത് കർഷക പരിപാലന പദ്ധതിയാണ്. കാഞ്ഞിരപ്പള്ളി രൂപതയുടെ അതിർത്തിയിൽ വരുന്ന ചെറുകിട നാമമാത്ര കർഷകരായ ക്ഷീരകർഷകർ, തേയില കർഷകർ, തേനീച്ച കർഷകർ, വാഴ കർഷകർ, കാപ്പി കർഷകർ, മരച്ചീനി കർഷകർ എന്നിങ്ങനെ വിവിധങ്ങളായ കൃഷികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളുടെ ഉന്നതിക്കായി പ്രവർത്തിക്കുകയും അവരെ കൈപിടിച്ചുയർത്തുകയും ചെയ്യുന്നതിന് വേണ്ട സംരംഭങ്ങളാണ് ഈ രണ്ട് സംഘടനകളും ചേർന്ന് രൂപതയിൽ നടപ്പിലാക്കുക. കർഷകരിൽ നിന്ന് അവരുടെ വിഭവങ്ങൾ ന്യായമായ വില കൊടുത്ത് വാങ്ങി അവ സംഭരിച്ച് സംസ്കരിച്ച് വിപണനം ചെയ്ത് ആ പണം വീണ്ടും അവരിലെത്തിക്കുകയും അതിൻ്റെ വ്യാപാര ലാഭം വീണ്ടും ബോണസായും സബ്സിഡിയുമായും കർഷകരുടെ പക്കൽ എത്തിക്കുക എന്നതാണ് ഈ പ്രവർത്തനങ്ങളുടെ മുഖ്യ ലക്ഷ്യം. കന്നുകാലി വളർത്തലിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി കാറ്റിൽ പോപ്പുലേഷൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കന്നുകുട്ടി പരിപാലന പദ്ധതിയും സബ്സിഡൈസ്ഡ് കാറ്റിൽ ഫീഡ് വിതരണ പദ്ധതിയും കർഷകർക്ക് വേനൽക്കാല ഇൻസെൻറ്റീവ് നൽകുന്ന പദ്ധതിയും കാറ്റിൽ ഇൻഷുറൻസ് പദ്ധതിയും അഡ്വാൻസ്ഡ് ഫോഡറൽ കൾട്ടിവേഷൻ പദ്ധതിയും ഒക്കെ ആവിഷ്കരിച്ചുകൊണ്ട് ഇൻഫാമും മലനാടും ചേർന്ന് ഏതാണ്ട് 70,000 കർഷക കുടുംബങ്ങളുമായി കൈകോർത്തിരിക്കുകയാണ്. ഈ കർഷകരിൽ നിന്ന് വാങ്ങുന്ന വിഭവങ്ങളെ സംസ്കരിച്ച് മൂല്യവർദ്ധനം നടത്തി വിപണിയിൽ വിറ്റഴിക്കുന്നതിന് ചെറുതും വലുതുമായ 17,000 ഷോപ്പുകളുമായിട്ടുള്ളൊരു വിപണന ശൃംഖലയിലും ഈ സംഘടനകൾ കൈകോർത്തിട്ടുണ്ട്. രണ്ടാമതായി അവതരിപ്പിക്കുന്ന പദ്ധതി പ്രകൃതി പരിപാലന പദ്ധതി അല്ലെങ്കിൽ പരിസ്ഥിതി സംരക്ഷണ പദ്ധതിയാണ്. കാർഷിക വനവൽക്കരണത്തിലൂടെ ആഗോള താപനത്തിനെതിരെ പോരാടുവാൻ വേണ്ടി കർഷകർ അവരുടെ കൃഷിയിടങ്ങളിൽ മരത്തൈകൾ നട്ടുപിടിപ്പിക്കുന്നതിന് വേണ്ടി ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്ന വൃക്ഷോത്സവ് എന്ന പദ്ധതിയും ഭൂമിയുടെ ജീവൻ വീണ്ടെടുക്കുന്നതിന് വേണ്ടി അതിൻ്റെ pH ക്രമീകരിക്കുന്നതിന് വേണ്ടി ഭൂമി പുനർജനി പദ്ധതിയിലൂടെ ഡോളോമൈറ്റും കുമ്മായവും പച്ചക്കക്കയും ഒക്കെ വിതരണം ചെയ്യുന്ന പദ്ധതിയും അങ്ങനെ വീണ്ടെടുക്കപ്പെടുന്ന ഭൂമിയെ കൂടുതൽ സമ്പുഷ്ടമാക്കുന്നതിന് വേണ്ടി ജൈവവളങ്ങൾ, ചാണകം, കമ്പോസ്റ്റ്, വേപ്പൻ പിണ്ണാക്ക് എന്നിവ വിതരണം ചെയ്യുന്ന ധരണി സമൃദ്ധി പദ്ധതിയും നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. മൂന്നാമതായി നമ്മൾ വിഭാവനം ചെയ്തിരിക്കുന്നത് സാമൂഹ്യ സുരക്ഷ പദ്ധതിയാണ്. സാമ്പത്തികമായി അനുഭവിക്കുന്ന ആളുകളുടെ ആരോഗ്യത്തിൻ്റെ സുരക്ഷിതത്വം നൽകുന്നതിനും രോഗികളായിരിക്കുന്നവരെ കരുതലോടെ ശുശ്രൂഷിക്കുന്നതിനും വേണ്ടി മലനാട് മെഡിക്കെയർ പദ്ധതിയിലൂടെ ആവിഷ്കരിച്ചിരിക്കുന്ന ആശ്വാസ് ക്യാൻസർ കെയർ പദ്ധതിയും കിടപ്പ് രോഗികളായി
വീടുകളിൽ കഴിയുന്ന ആളുകൾക്ക് ഏതാണ്ട് 511 കുടുംബങ്ങളിലെ അംഗങ്ങൾക്ക് കരുതൽ പദ്ധതിയും, ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുന്ന 169 കുടുംബങ്ങളിലെ ആളുകൾക്ക് വേണ്ടി സാന്ത്വനം പദ്ധതിയും ആരോഗ്യ മേഖലയിൽ നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ഈ മീറ്റിങ്ങിൽ വച്ച് ഈ ഓഡിറ്റോറിയത്തിൻ്റെ പല ഭാഗങ്ങളിലും ഓക്സിജൻ സിലിണ്ടറുകൾ വെച്ചിരിക്കുന്ന നിങ്ങൾ കാണാം. ഈ മീറ്റിങ്ങിൽ വെച്ച് ശ്വാസകോശ സംബന്ധമായ രോഗത്താൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഓക്സി ബ്രീത്ത് എന്ന പദ്ധതി നമ്മൾ വിഭാവനം ചെയ്ത് നടപ്പിലാക്കിയാണ്. നമ്മുടെ പാല MLA ബഹുമാനപ്പെട്ട മാണി സി കാപ്പൻ സാറിൻ്റെ മണ്ഡലത്തിലാണ് വഞ്ചിമലയിൽ തമ്പലക്കാടുള്ള നമ്മുടെ ഓക്സിജൻ പ്ലാന്റ് സ്ഥിതി ചെയ്യുക. പ്രളയകാലത്തും കോവിഡ് കാലത്തും ഓക്സിജൻ്റെ ദൗർലഭ്യം എന്നത് കേരളത്തെ എത്രമാത്രം പിടിച്ചു കുലുക്കിയെന്ന് നേരിട്ട് അനുഭവിച്ചവരാണ് നമ്മൾ. അന്നാണ് നമ്മുടെ അഭിമന്യ പിതാവിൻ്റെ നേതൃത്വത്തിൽ കാഞ്ഞിരപ്പള്ളി രൂപതയും മലനാടും ഒരു ഓക്സിജൻ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനും അതിൻ്റെ സിലിണ്ടറുകളുടെ ഡിസ്ട്രിബ്യൂഷൻ വളരെ എളുപ്പത്തിൽ നടപ്പിലാക്കുന്നതിനും വേണ്ടിയുള്ള പദ്ധതിയെക്കുറിച്ച് ചിന്തിച്ചത്. അതിൻ്റെ ഫലമായി തമ്പലക്കാട് നമ്മളൊരു ഓക്സിജൻ പ്ലാന്റ് ആരംഭിക്കുകയും ഇനി ആ ഓക്സിജൻ പ്ലാന്റിൽ നിന്ന് പുറത്തു വരുന്ന അതിൻ്റെ സിലിണ്ടറുകൾ ഏറ്റവും എളുപ്പത്തിൽ ആളുകളിൽ എത്തിക്കാനുള്ള ഒരു പദ്ധതി വിഭാവനം ചെയ്യുകയും ചെയ്തു. അതാണ് ഓക്സി ബ്രീത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമ്മുടെ കാഞ്ഞിരപ്പള്ളി രൂപതയിലെ എല്ലാ ഫൊറോന കേന്ദ്രങ്ങളിലും ഈ ഓക്സിജൻ സിലിണ്ടറുകളുടെ സ്റ്റോറേജ് ഉണ്ടാവുക. ഓക്സിജൻ എന്ന് പറയുന്നത് നമുക്കറിയാം, നാളെ രാവിലെ ആകട്ടെ എന്ന് പറഞ്ഞ് മാറ്റിവെക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഓക്സിജൻ ഇല്ലെങ്കിൽ ഒരു മിനിറ്റ് പോലും നമുക്ക് ജീവിക്കാനാവില്ല. മറ്റൊന്നും ഇല്ലെങ്കിലും നമുക്ക് ജീവിക്കാം, പക്ഷേ ജീവിക്കാനാവില്ല എന്നറിയാം. അതുകൊണ്ട് ഏറ്റവും അടുത്ത് ഇതിനെ സംലഭ്യമാക്കിക്കൊണ്ട് ജീവൻ നിലനിർത്താൻ ആവശ്യമായ ക്രമീകരണം ചെയ്യുന്ന ഒരു പദ്ധതിയാണ് ഓക്സി ബ്രീത്ത് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ രംഗത്ത് എഡ്യൂക്കെയർ പദ്ധതി വഴി പഠനത്തിൽ മികവ് പുലർത്തുകയും എന്നാൽ സാമ്പത്തികമായി ഉപരിപഠനം നടത്താൻ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്യുന്ന കുട്ടികൾ, കർഷകരുടെ മക്കൾ, അവർ നേഴ്സിങ്ങിനും മറ്റ് പ്രൊഫഷണൽ കോഴ്സുകൾക്കും ചേരാൻ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അവരെ സംരക്ഷിക്കുവാൻ വേണ്ടി പ്രതീക്ഷ എന്ന വിദ്യാഭ്യാസ പരിപാടി, അതിലൂടെ ഇപ്പം 200ഓളം കുട്ടികളെ നമുക്ക് പ്രതിവർഷം സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ നഴ്സറി കുട്ടികൾക്ക് വേണ്ടി രാരീരം പദ്ധതിയും നമ്മൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട്. നമ്മുടെ രൂപതാതിർത്തിയിലുള്ള വീടില്ലാത്ത ആളുകൾക്ക് വേണ്ടി സഫലം പദ്ധതിയിലൂടെ വീട് നിർമ്മാണത്തിനും പുനരുദ്ധാരണത്തിനുമായി നമ്മൾ ആവിഷ്കരിക്കുന്നു. 2025 നടപ്പിലാക്കേണ്ട 103 വീടുകളുടെ ലിസ്റ്റ് ഇതിനോടകം നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. നമ്മുടെ അടുത്ത 4ാമത്തെ പദ്ധതി എന്ന് പറയുന്നത് സാമൂഹിക പുനഃസൃഷ്ടി പദ്ധതിയാണ്. പ്രളയം, മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ പോലെയുള്ള പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോഴും കോവിഡ്, ചിക്കൻ ഗുനിയ പോലെയുള്ള പകർച്ചവ്യാധികൾ ഉണ്ടാകുന്ന സമയത്തും രൂപതയുടെ കീഴിൽ സംസ്ഥാന സർക്കാരിനോട് ചേർന്ന് നിന്നുകൊണ്ട് സമൂഹത്തിൽ താറുമാറായി പോകുന്ന കാര്യങ്ങളെ പുനർസൃഷ്ടിക്കാനും പുനഃക്രമീകരിക്കാനും വേണ്ടി നമ്മൾ ആവിഷ്കരിച്ചിരിക്കുന്ന പദ്ധതിയാണ് സാമൂഹ്യ പുനഃസൃഷ്ടി പദ്ധതി എന്നത്. 5ാമത്തെ പദ്ധതിയാകട്ടെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കായി ആവിഷ്കരിച്ചിരിക്കുന്ന ഹൃദയപൂർവ്വം പദ്ധതി. നിർവചനീയമോ അനിർവചനീയമോ ആയ കാരണങ്ങളാൽ ജീവിതപാതയുടെ ഓരം ചേർന്ന് പോയ ആളുകളെ ഒപ്പം ചേർത്ത് നിർത്തുവാനുള്ള മലനാടിൻ്റെ പദ്ധതിയാണ് ഹൃദയപൂർവ്വം പദ്ധതി എന്നത്. ഈ പദ്ധതി മലനാട് നടപ്പിലാക്കുന്നത് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ വളർച്ചയിലും പ്രവർത്തനത്തിലും സജീവമായി പങ്കെടുക്കുന്ന റോയ് അച്ഛൻ്റെ ആശാനിലയം സ്കൂളിനോട് ചേർന്നുകൊണ്ട് മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ആളുകളെ സംരക്ഷിക്കുന്ന പെനുവേൽ എമ്മാനുവേൽ ആശ്രമത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ആകാശപ്പറവകളായ ആളുകളെ സംരക്ഷിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ജിൻസച്ചൻ്റെ ബേദലഹേം ഭവനോട് ചേർന്ന് നിന്നുകൊണ്ട്
കൃപാഭവനോട് ചേർന്ന് നിന്നുകൊണ്ട്, സെർനിറ്റി ഹോമിനോട് ചേർന്ന് നിന്നുകൊണ്ട്, ദേവമാതാ ആശ്രമത്തോടൊക്കെ ചേർന്നുകൊണ്ട്, മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനുകളുമായി സഹകരിച്ചുകൊണ്ടാണ് ഈ പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കിയത്. ഈ കർമ്മ പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് നടപ്പിലാക്കുമ്പോൾ ഞങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു തിരുവചന ഭാഗമുണ്ട്. അതിപ്രകാരമാണ്: സീസറിനുള്ളത് സീസറിനും, ദൈവത്തിനുള്ളത് ദൈവത്തിനും നൽകുക എന്നതാണ് ആ തിരുവചന ഭാഗം. രാജ്യത്തിൻ്റെ നിയമങ്ങളും കൃത്യമായി പാലിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന രണ്ട് സംഘടനകളാണ് ഇൻഫാമും മലനാട് ഡെവലപ്മെൻറ്റ് സൊസൈറ്റി. രാജ്യത്തിൻ്റെ നിയമങ്ങളനുസരിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നൽകേണ്ട എല്ലാ നികുതിയും അടച്ചുകൊണ്ട്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അടയ്ക്കേണ്ട എല്ലാ ഫീസും നികുതിയും അടച്ചുകൊണ്ട്, സീസറിനുള്ളത് കൃത്യമായി സീസറിന് കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് നമ്മൾ. അക്കാര്യത്തിൽ ഒരു കൃത്യനിഷ്ഠ നമ്മളെപ്പോഴും പാലിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സീസറിനുള്ളത് സീസറിന് കൊടുത്തു കഴിയുമ്പോൾ ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കണമെന്ന് ഈശോ നമ്മെ പഠിപ്പിച്ചു. ദൈവത്തിന് നാം എന്താണ് നൽകേണ്ടതെന്നും എങ്ങനെയാണ് നൽകേണ്ടതെന്നും ഇത് നൽകാൻ ദൈവത്തെ എവിടെയാണ് കണ്ടെത്തേണ്ടതെന്നും വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 35 മുതലുള്ള തിരുവചന ഭാഗത്ത് ഈശോ നമ്മെ പഠിപ്പിച്ചു. അവിടുന്ന് പറഞ്ഞു: എനിക്ക് വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങളെനിക്ക് കുടിക്കാൻ തന്നു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ ശുശ്രൂഷിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു. ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങളെന്നെ സ്വീകരിച്ചു എന്ന്. അപ്പോൾ ആ മനുഷ്യർ അവിടുത്തോട് ചോദിച്ചു: ഗുരു, അങ്ങേ വിശക്കുന്നവനോ ദാഹിക്കുന്നവനോ രോഗിയോ നഗ്നനോ പരദേശിയോ കാരാഗ്രഹവാസിയോ ആയി ഞങ്ങൾ കണ്ടതും ഇവയെല്ലാം അങ്ങേക്ക് ചെയ്തു തന്നതും എപ്പോഴാണ്? അപ്പോൾ ഈശോ മറുപടി പറഞ്ഞു: ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തപ്പോഴൊക്കെ എനിക്ക് തന്നെയാണ് ഇത് ചെയ്തത് എന്ന്. അതേ പ്രിയപ്പെട്ടവരെ, ലോകം ചെറിയവരെന്ന് മുദ്രകുത്തി പാതയോരത്തേക്ക് മാറ്റി നിർത്തിവരെ ഒപ്പം ചേർത്ത് പിടിച്ചപ്പോൾ ഈ ദൈവത്തെ തന്നെയാണ് നാം നെഞ്ചോട് ചേർത്തത്. പ്രിയമുള്ളവരെ, മലനാട് ഒരു വ്യവസായ സ്ഥാപനമല്ല. സമൂഹത്തിന് വേണ്ടി നല്ല ഭക്ഷണമുണ്ടാക്കി, മായമില്ലാത്ത ഭക്ഷണമുണ്ടാക്കി ആളുകൾക്ക് സംലഭ്യമാക്കുന്ന പദ്ധതി ഒരു പുണ്യമാണ് എന്ന് കരുതിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് മലനാട്. പ്രളയകാലത്തും കോവിഡ് കാലത്തുമൊക്കെ, ഈ മഹാമാരികളുടെ എല്ലാം കാലത്ത് വളരെ പ്രത്യേകമായ വിധം വിശക്കുന്നവൻ്റെ മുമ്പിൽ ആഹാരമായും ദാഹിക്കുന്നവൻ്റെ മുമ്പിൽ പാനീയമായും പ്രത്യക്ഷപ്പെടാൻ നമുക്ക് സാധിച്ചു എന്നത് സത്യമാണ്. ഇനിയും ജീവിതത്തിലെ വിവിധ സാഹചര്യങ്ങൾ കൊണ്ടും സാമ്പത്തിക പരിമിതികൾ കൊണ്ടും തങ്ങളുടെ ജീവിതം കാരാഗ്രഹത്തിലായി പോയി എന്ന് കരുതിയ ആളുകളെ പ്രതീക്ഷ പദ്ധതിയിലൂടെ പ്രകാശത്തിൻ്റെ പ്രത്യാശയുടെ പുത്തൻ പുലരിയിലേക്ക് നമുക്ക് നയിക്കാൻ സാധിച്ചു എന്നതും സത്യമാണ്. ആത്മാഭിമാനം എന്ന വസ്ത്രം പൊതുസമൂഹത്തിൽ നഷ്ടപ്പെട്ട് നഗ്നനായി പോയവരെ ചേർത്ത് പിടിക്കാനും അവൻ്റെ മാനം സംരക്ഷിക്കാനും വേണ്ടി നമ്മൾ അധ്വാനിച്ചപ്പോൾ, തൻ്റെ മാനം സംരക്ഷിക്കാൻ വേണ്ടി മേലങ്കി നൽകണമെന്ന് നമ്മളോട് ആവശ്യപ്പെട്ടപ്പോൾ പുറംകുപ്പായം കൂടി നൽകി പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് നമ്മൾ സംരക്ഷിച്ചത് ഈശോ എന്ന നഗ്നനായ മനുഷ്യനെയാണ്. സാമ്പത്തിക ഭദ്രത കൊണ്ടോ ശാരീരിക വൈകല്യങ്ങൾ കൊണ്ടോ മാനസിക വൈകല്യങ്ങൾ കൊണ്ടോ പാർശ്വവൽക്കരിക്കപ്പെട്ട് പരദേശിയാക്കപ്പെട്ടവരെ ഹൃദയപൂർവ്വം പദ്ധതിയിലൂടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചത് ഈ ദൈവത്തെ തന്നെയാണ്. മലനാട് സാമൂഹ്യക്ഷേമ പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുമ്പോഴും നടപ്പിലാക്കുമ്പോഴും അതിൻ്റെ ഒരു ഗുണഭോക്താവിൻ്റെ മുഖം പോലും പൊതുസമൂഹത്തിൽ പ്രദർശിപ്പിക്കപ്പെടരുത് എന്ന് കൃത്യമായ നിഷ്ഠയും നിഷ്കർഷയും ഞങ്ങൾക്കുണ്ടായിരുന്നു. നാം ഒരു വീട് പണിത് കൊടുക്കുമ്പോൾ ആ വീടിൻ്റെ ഒരു ചുമലിലും ആ മനുഷ്യരുടെ ആത്മാഭിമാനത്തെ തകർക്കുന്ന ഒരു അവശേഷിപ്പുകളും ഒരു മുദ്രയും ഉണ്ടാകരുത് എന്ന നിർബന്ധം
അന്നും ഇന്നും ഞങ്ങൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഇന്ന് ഈ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുമ്പോഴും ഒരു ഗുണഭോക്താവിൻ്റെ പോലും മുഖം ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നില്ല എന്ന് ഞങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. കിടപ്പ് രോഗികൾക്ക് വേണ്ടി ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കിയപ്പോഴും, ഡയാലിസിസ് പേഷ്യൻസിന് വേണ്ടി ഐസ്ക്രീം ഉണ്ടാക്കി വിറ്റപ്പോഴും, ക്യാൻസർ പേഷ്യൻസിന് വേണ്ടി റെയർ എ കൗ കെയർ എ ഹോം എന്ന പദ്ധതിയിലൂടെ 700-ൽ പരം പശുക്കളെ വളർത്തിക്കൊണ്ട് സംരക്ഷിക്കുമ്പോഴും ദൈവത്തെ തന്നെയാണ് സംരക്ഷിക്കുന്നതെന്നും ശുശ്രൂഷിക്കുന്നതെന്നും ഞങ്ങൾക്കുറച്ച ബോധ്യമുണ്ട്. ദൈവത്തെ കാണാൻ അധികം ദൂരത്തേക്ക് പോകേണ്ടതില്ല. ചെറിയവരെന്ന് ലോകത്താൽ മുദ്രകുത്തപ്പെട്ട ആളുകളിലൂടെ ദൈവം ഇന്ന് നമുക്ക് സമീപസ്ഥരാണ്. ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് യാത്ര ചെയ്ത വഴിമധ്യേ കള്ളന്മാരാൽ ആക്രമിക്കപ്പെട്ട് പാതയോരത്ത് വീണുകിടന്ന ആ മനുഷ്യന് രക്ഷകനായി പ്രത്യക്ഷപ്പെട്ട സമറിയാക്കാരനെ പോലെ അശരണരും ആലംബഹീനരുമായ ആളുകളുടെ മുമ്പിൽ അവരുടെ ആശ്രയമായി അവതരിച്ചാൽ മാത്രം മതി നമ്മൾ ദൈവത്തെ കണ്ടെത്താൻ. അതിന് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നു. ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്കുള്ള ദൂരം അങ്ങ് അകലെയല്ല. അത് കൃത്യമായി നമ്മുടെ വീട്ടുമുറ്റത്തു കൂടിയാണ്. അല്പം കൂടെ കൃത്യമായി പറഞ്ഞാൽ എൻ്റെയും നിങ്ങളുടെയും വീട്ടുമുറ്റത്തു കൂടിയാണ് ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്കുള്ള ആ വഴി കടന്നു പോകുക. പ്രിയമുള്ളവരെ, ദുഃഖിതൻ്റെ കവിൾത്തടങ്ങളിലൂടെ ഒഴുകിയിറങ്ങുന്ന കണ്ണീർ ചാലുകൾ കാണാൻ ഈ ലോകത്തിൻ്റെ വെളിച്ചം മതി. എന്നാൽ അവൻ്റെ കൺകോണുകളിൽ തങ്ങി നിൽക്കുന്ന സങ്കടത്തിൻ്റെ കണ്ണീർത്തുള്ളികൾ, ഇനിയും ഒലിച്ചിറങ്ങാത്ത കണ്ണീർത്തുള്ളികൾ കാണണമെന്ന് ഉണ്ടെങ്കിൽ ദൈവം നൽകുന്ന ജ്ഞാനത്തിൽ നിന്ന് ഉത്ഭൂതമാകുന്ന അകക്കണ്ണുകളുടെ വെളിച്ചം അത് വേണം. നമുക്കെപ്പോഴും ഈ അകക്കണ്ണുകളുടെ വെളിച്ചം ലഭിക്കുന്നുവോ അപ്പോൾ നമ്മൾ ഹൃദയശുദ്ധിയുള്ളവരാകും. ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണുമെന്ന് ഗിരിപ്രഭാഷണത്തിൽ ഈശോ പഠിപ്പിച്ചിട്ടുണ്ട്. ആകയാൽ പ്രിയമുള്ളവരെ, സംശുദ്ധമായൊരു ഹൃദയത്തോടെ സഹോദരങ്ങളെ നോക്കാനും അവരിൽ ദൈവത്തെ കാണാനും നമുക്ക് കഴിയട്ടെ. നമ്മൾ ദൈവത്തെ കണ്ടപ്പോൾ മാലാഖമാർ അന്ന് പാടി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന്. നമ്മളും ദൈവത്തെ കാണാൻ വേണ്ടി കണ്ണു തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ജീവിത പ്രവർത്തനങ്ങളുടെ ഏക ലക്ഷ്യം ഇത് മാത്രമായിരിക്കട്ടെ: ദൈവത്തിൻ്റെ മഹത്വവും മനുഷ്യരുടെ നന്മയും. ദൈവമഹത്വത്തിനും മനുഷ്യരുടെ നന്മയ്ക്കും വേണ്ടി ഈ ഭൂമിയിൽ അധ്വാനിക്കുന്ന നമ്മെ കാണുമ്പോൾ ലോകവും മാലാഖമാരും പാടും, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനമെന്ന്. എല്ലാവർക്കും നന്മകളും സമാധാനവും ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.